നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം, അത് വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ജോലിയായിരിക്കും, ഒരുപാട് പേര് അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി എനർജിയാണ് ഈ വ്യക്തിയായിട്ടുള്ളത്. അവർ കുറച്ചും കൂടെ ഒരു അതോറിറ്റീവ് പൊസിഷനിലാണ്, ഒരു പവർഫുൾ പൊസിഷനിലാണെന്ന് പറയുന്നു. നിങ്ങളെക്കാളും സീനിയർ ആണ്, അവർക്ക് നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചാലഞ്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള വഴി പറഞ്ഞു തരാൻ, നിങ്ങൾ അതിനെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് ആയിരിക്കാം, അതിന് ഇന്റർവ്യൂ ആയിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ഗൈഡൻസ് നൽകാൻ, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകാൻ ഈ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ചിലപ്പോൾ നിങ്ങളിപ്പോൾ കറന്റ് അത്ര കോൺടാക്ട് ഉണ്ടായിരിക്കില്ല എന്ന് വെച്ച് മടിച്ചു നിൽക്കരുതെന്ന് പറയുന്നു. കാരണം അവർക്ക് നിങ്ങളോട് വളരെ ഒരു എന്താ പറയുക, ഒരു സ്നേഹം, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വാക്ക് വാത്സല്യം എന്നാണ്. അപ്പോൾ അവർക്ക് അത്രയും ഒരു കെയറിങ് നിങ്ങളോടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്താൽ അവർ ഉറപ്പായി നിങ്ങളെ സഹായിക്കും. അവർക്ക് അറിയില്ല നിങ്ങളിപ്പോൾ ഈ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്ന കാര്യം, അതാണ് അവരായിട്ട് ഇനീഷ്യേറ്റ് എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു മടിയും വിചാരിക്കാതെ ഈ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവർ കുറച്ച് സീരിയസ് ആണ്, അവരൊരു ജനറൽ നേച്ചർ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളോട് അവർ വളരെ ഫ്രണ്ട്ലി ആണെന്ന് കാണുന്നു. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അവരായിട്ടൊരു എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഗൈഡൻസ്, നിങ്ങൾ കോൺടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഗൈഡൻസ് എപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ അവരായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്താറുണ്ട്. നിങ്ങൾ വളരെ റെസ്പെക്ട്ഫുള്ളിയാണ് അവരോട് നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആ ഒരു അപ്രോച്ചും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാനാണ് പറയുന്നത്. അവരെ നിങ്ങളെ എന്തായാലും നിങ്ങളിപ്പോൾ ഈ ഫേസ് ചെയ്യുന്ന ചാലഞ്ചിൽ നിന്ന് സക്സസ്ഫുള്ളി പുറത്തു കടക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബ് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ, അതിനുവേണ്ടി പെർഫെക്റ്റ്ലി ആ ഒരു ഇന്റർവ്യൂ പെർഫോം ചെയ്യാനൊക്കെ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു കാര്യത്തിലാണ് നിങ്ങൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ചാലഞ്ച് ഫേസ് ചെയ്യുന്നത്, ആ കാര്യത്തിൽ നിങ്ങൾ കൃത്യമായി ഗൈഡ് ചെയ്യാനും നിങ്ങൾ ആ സക്സസിലേക്ക് എത്തിക്കാനും ഇവർക്ക് സാധിക്കും എന്ന് പറയുന്നു. എനിക്ക് പ്രൊഫസറിന് വാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചിലപ്പോൾ മാനേജറോ അല്ലെങ്കിൽ മുന്നേ വർക്ക് ചെയ്തിടത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങളുടെ മാനേജർ ആയിരിക്കില്ല, നിങ്ങളുടെ മാനേജറിന്റെ ബോസ്, അങ്ങനത്തെ ഒരു എനർജി. അങ്ങനെ കുറച്ച് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.